കുറച്ച് നാളുകളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാവുന്ന ഒരു കാര്യമാണ് രേണുവും അതോടെ തന്നെ കിച്ചും തമ്മിൽ പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടെങ്കിൽ നമുക്കറിയുന്ന ഒരു കാര്യമാണ് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്ന പോലും ഇല്ല. രേണു ഉണ്ടെങ്കിൽ പലവട്ടം പറഞ്ഞിട്ടുള്ളതാണ് താനുണ്ടെങ്കിൽ സ്വന്തം മോനെ പോലെ തന്നെയാണ് കിച്ചുവിനെ നോക്കിയത്. പക്ഷേ ഇപ്പോൾ ഉണ്ടെങ്കിൽ തിരിഞ്ഞു പോലും നോക്കുന്നില്ല. തനിക്ക് ഇത് കണക്കൊരു അസുഖം വന്നിട്ട് പോലും ഉണ്ടെങ്കിൽ ഒന്ന് അന്വേഷിച്ചത് പോലും ഇല്ല. ഇപ്പോൾ ഉണ്ടെങ്കിൽ എനിക്ക് വേറൊരു മോനുണ്ട്, എൻ്റെ സ്വന്തം മോനുണ്ട്, അതുകൊണ്ട് തന്നെ ഇനി വേറെ ആരുടെയും പിറകെ പോകാൻ നിൽക്കത്തില്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ട് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ രേണു ഇട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോൾ കുറേ നാളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ രേണു വലിയ ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ലായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ അതിൽ ആങ്കർ ചോദിച്ച ഒരു കാര്യമുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ആൾക്കാർക്കുണ്ടെങ്കിൽ ദേഷ്യം വരുന്ന രീതിയിലായിരുന്നു. അത് ഭയങ്കര മോശമുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ ഇതിനൊക്കെ അവതാരകരായിട്ട് ഇരിക്കുന്നവരൊക്കെ അവർക്ക് എന്തും ചോദിക്കുക എന്ത് ചെയ്യാന്നുള്ള രീതിയിലുള്ള ഒരു വിചാരമുണ്ട്. ഇതിൽ തന്നെ ഉണ്ടെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് പറയുന്നുണ്ടല്ലോ ഇതാണ് രേണുവിനുണ്ടെങ്കിൽ ഒരു കുട്ടി അബോഷനായി പോയി, അത് കിച്ചുവിൻ്റെ ആണെന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര മോശമുള്ള രീതിയിലായിരുന്നു ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സാധാ രീതി വേറെ ആരെങ്കിലും ഇത് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ അവതാരികയുണ്ടെങ്കിൽ അടിക്കുന്നതായിരിക്കും. പക്ഷേ രേണു ഉണ്ടെങ്കിൽ അത് കേട്ട് ഭയങ്കര ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതിന് ശേഷം ഉണ്ടെങ്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിൽ അവർ പൈസ കൊടുത്ത് ഇതേ കണക്ക് പറയിപ്പിക്കുന്നതാണ് അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുള്ള രീതിയിലൊക്കെ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻസ് ഒക്കെ ഇടുന്നുണ്ട്. പക്ഷേ അതിന് മറുപടി എന്നുള്ള രീതിയിലുണ്ടെങ്കിൽ രേണു ഒന്നും പറയുന്നില്ല. പക്ഷേ ഇങ്ങനത്തുള്ള ഒരുപാട് പേരുണ്ടെങ്കിൽ ഭയങ്കര എന്തും ചോദിക്കുക, ആർക്കും ഒരു കുഴപ്പവും ഇല്ല, അല്ലെങ്കിൽ ഞങ്ങൾ മീഡിയക്കാരാണ് എന്തും ചോദിക്കുക എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് ഇരിക്കുന്നുണ്ട്. അത് അത്ര കറക്റ്റായുള്ളൊരു കാര്യമല്ല. സത്യം പറഞ്ഞാൽ അവർക്കെതിരെയൊക്കെ കേസാണ് എടുക്കേണ്ടത്.